നിങ്ങൾ കനത്ത ഉറക്കത്തിലായിരിക്കുന്ന ഒരു അർദ്ധരാത്രിയിൽ പെട്ടെന്ന് നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു ഭീകരമായ സൈറൺ ശബ്ദം മുഴങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. സാധാരണ ഫോൺ റിംഗ് ടോണുകളിൽ നിന്നോ സന്ദേശങ്ങളുടെ ശബ്ദത്തിൽ നിന്നോ തികച്ചും വ്യത്യസ്തമായ കാതടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപായ സൂചനയായിരിക്കും അത്. ഞെട്ടിയുണരുന്ന നിങ്ങൾ പരിഭ്രാന്തിയോടെ ഫോണിലേക്ക് നോക്കുമ്പോൾ സ്ക്രീനിൽ ഒരു അടിയന്തര സന്ദേശം തെളിഞ്ഞു നിൽക്കുന്നു. എന്ത് വലിയ അപകടമാണ് വരാൻ പോകുന്നതെന്ന ഭീതിയോടെ പലരും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നു. എന്നാൽ പുറത്ത് ശാന്തമായ അന്തരീക്ഷമായിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലമായി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകളിൽ അപ്രതീക്ഷിതമായി എത്തുന്ന ഇത്തരം അടിയന്തര സന്ദേശങ്ങൾ പലരിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ഉറക്കമില്ലായ്മയ്ക്കും കാരണമായിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളുടെ സുരക്ഷയ്ക്കായി നടപ്പിലാക്കിയ സെൽ ബ്രോഡ്കാസ്റ്റ് സംവിധാനമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന വില്ലനായി മാറിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ രാജ്യത്ത് സെൽ ബ്രോഡ്കാസ്റ്റ് സംവിധാനം നടത്തേണ്ടതില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജൂൺ 12-നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. സാധാരണ നമ്മൾ ഫോണുകളിൽ സ്വീകരിക്കുന്ന SMS സന്ദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാങ്കേതിക വിദ്യയാണ് സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം. പ്രകൃതി ദുരന്തങ്ങളോ മറ്റടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു നിശ്ചിത പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരേ സമയം മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, മേഘവിസ്ഫോടനം തുടങ്ങിയവ മൂലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്ത് നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ മുൻകൂട്ടി രക്ഷപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ സാങ്കേതിക വിദ്യ വിന്യസിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തെ കാലാവസ്ഥയും അപകട സാധ്യതയും കണക്കിലെടുത്താണ് അവിടുത്തെ ജനങ്ങൾക്ക് സന്ദേശം അയക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാണെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്ന് അതീവ ഉയർന്ന ശബ്ദത്തിൽ ഈ സന്ദേശം എത്തും എന്നതാണ്. ഭൂകമ്പം, സുനാമി, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്ക് അതിവേഗം മുന്നറിയിപ്പ് നൽകാൻ ലോകമെമ്പാടും ഈ രീതി തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ എത്രയും വേഗം രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നതുകൊണ്ട് തന്നെ ഇത് രാത്രിയെന്നോ പുലർച്ചെയെന്നോ നോക്കിയല്ല ഫോണുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദുരന്തങ്ങളിൽ നിന്ന് ജീവൻ രക്ഷിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ഈ സംവിധാനം കൊണ്ടുവന്നതെങ്കിലും ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അർദ്ധരാത്രിയിലും പുലർച്ചയിലും നിരന്തരം അപകട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ വരുന്നത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. സാധാരണയായി ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, കനത്ത മഴ എന്നിവയ്ക്ക് മുന്നോടിയായാണ് ഈ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കാറുള്ളത്. വീടുകളിൽ സമാധാനത്തോടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവരെ ഒന്നടങ്കം ഞെട്ടി ഉണർത്താൻ പാകത്തിനുള്ള ഉച്ചത്തിനുള്ള ശബ്ദമാണ് ഈ സന്ദേശങ്ങൾക്കുള്ളത്. പുറത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ അപകട സാഹചര്യങ്ങളോ ഇല്ലാത്ത സാധാരണ സമയങ്ങളിൽ പോലും ഇത്തരം അടിയന്തര സന്ദേശങ്ങൾ ഫോണുകളിൽ വരുന്നത് പലരിലും ഇതിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അർദ്ധരാത്രി അലർട്ടുകൾ കാരണം പലർക്കും സ്ഥിരമായി ഉറക്കം നഷ്ടപ്പെടുകയും അതുവഴി വിവിധതരം രോഗങ്ങൾ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്ത് യാതൊരു അപകടവുമില്ലാത്തപ്പോൾ എന്തിനാണ് സൈലന്റ് മോഡിലിട്ട ഫോണിൽ പോലും ഇത്രയും ഭീകരമായ ശബ്ദം മുഴങ്ങുന്നതെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. തുടർച്ചയായി ഒരേ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, പ്രത്യേകിച്ച് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത സാഹചര്യങ്ങളിൽ വരുമ്പോൾ മനുഷ്യൻ അതിനോട് പ്രതികരിക്കുന്ന രീതി ശാസ്ത്രലോകം പലപ്പോഴായി പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഇതിനെയാണ് ഗവേഷണങ്ങളിൽ അലേർട്ട് ഫാറ്റിംഗ് അഥവാ മുന്നറിയിപ്പുകളോടുള്ള മടുപ്പ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് നിരന്തരം വ്യാജമോ അനാവശ്യമോ ആയ മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ അവർ ആ സംവിധാനത്തെ അവഗണിക്കാൻ തുടങ്ങും. ഈയൊരു പ്രവണത അതീവ അപകടകരമാണെന്ന് ദുരന്ത നിവാരണ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവന് ഭീഷണിയാകുന്ന ഒരു വലിയ ദുരന്തമുണ്ടാകുന്ന സമയത്ത് കൃത്യമായ സന്ദേശം വന്നാൽ പോലും ജനങ്ങൾ അത് വ്യാജമാണെന്ന് കരുതി അവഗണിച്ചേക്കാം. അങ്ങനെയുണ്ടായാൽ അത് ഭീകരമായ പ്രത്യാഘാതങ്ങൾക്കും വലിയ തോതിലുള്ള ജീവഹാനിക്കും കാരണമായി മാറും. അതുകൊണ്ട് തന്നെ ഇത്തരം അടിയന്തര സംവിധാനങ്ങൾ കൃത്യമായ ഗൗരവത്തോടെ അല്ലാതെ പ്രവർത്തിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അടിയന്തര സന്ദേശങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ വികസിത രാജ്യങ്ങൾ പിന്തുടരുന്ന രീതികളിൽ നിന്ന് ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ വഴി അപകട സന്ദേശങ്ങൾ കൈമാറുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവിടെയെല്ലാം പതിവ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സാധാരണ സന്ദേശങ്ങളായാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. മനുഷ്യജീവന് ഉടനടി ഭീഷണിയാകുന്ന അതീവ ഭീകരമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ പ്രത്യേക അലേർട്ടുകളായി വലിയ ശബ്ദത്തിൽ സന്ദേശങ്ങൾ വരുന്നത്. ഇത്തരമൊരു കൃത്യമായ വേർതിരിവുള്ളതിനാൽ തന്നെ പൗരന്മാർക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് പെട്ടെന്ന് ബോധ്യമാകും. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും യഥാർത്ഥ അപകടങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജനങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാകുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് വരേണ്ടത്. എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ഒരുപോലെ വലിയ അലേർട്ടുകൾ നൽകിയാൽ ജനങ്ങൾക്കതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുകയും അതുവഴി അവരുടെ സമാധാനവും ആരോഗ്യവും തകരുകയും ചെയ്യും.
എല്ലാ ജനങ്ങളെയും ഒരുപോലെ വലച്ച ഈ സെൽ ബ്രോഡ്കാസ്റ്റ് സംവിധാനം ഇന്ത്യയിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സംവിധാനം പെട്ടെന്ന് നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായി കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. ഇതിനിടയിൽ ചില ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണ പൗരന്മാരുടെ ഉറക്കം കെടുത്തിയ ഈ അർദ്ധരാത്രി അലേർട്ട് സന്ദേശം ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോണിലേക്കും ഇതേപോലെ അർദ്ധരാത്രിയിൽ കടുത്ത ശബ്ദത്തിൽ വരികയുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഫോണിലേക്ക് ഇത്തരമൊരു സന്ദേശം വന്നതാണ് ഈ സംവിധാനം അടിയന്തരമായി നിർത്തിവെക്കാനുള്ള പ്രധാന കാരണമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം എന്തുതന്നെയായാലും ഈ സംവിധാനത്തിൽ വരുത്തേണ്ട സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ താൽക്കാലിക വിലക്ക് അധികാരികൾക്ക് ഒരവസരമാണ്. സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം, അല്ലാതെ അവരുടെ സമാധാനപൂർണ്ണമായ ജീവിതത്തെ തകർക്കുന്നതായിരിക്കരുത്. സെൽ ബ്രോഡ്കാസ്റ്റ് സംവിധാനം തീർച്ചയായും പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് മനുഷ്യജീവനെ കാത്തുസൂക്ഷിക്കാൻ പോകുന്ന വിപ്ലവാത്മകമായ ഒരു ചുവടുവയ്പ് തന്നെയാണ്. എന്നാൽ അത് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ മാനസികാരോഗ്യവും ജീവിതചര്യകളും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സാങ്കേതികവിദ്യ പുനഃസ്ഥാപിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് സന്ദേശങ്ങളെ അവയുടെ ഗൗരവ സ്വഭാവത്തിനനുസരിച്ച് തരംതിരിക്കാൻ അധികൃതർ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതികവിദ്യയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്താനും യഥാർത്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ജീവൻ കാര്യക്ഷമമായി സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.